ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് നെയ്മർ ജൂനിയറിനെ വരച്ചാലോ? അപ്പം ഞാൻ ഓരോ വർക്കും മായ്ച്ചു കളഞ്ഞിട്ടാണ് അടുത്ത പോർട്രേറ്റ് ചെയ്യുന്നത്. ഏകദേശം 28 വർക്കുകൾ ഞാൻ ഇതുവരെ മായ്ച്ചു കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ബ്ലാക്ക് ലൈൻ വെച്ച് ഔട്ട്ലൈൻ ഇടുന്നതാണ്. സോ അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സ്കെച്ചിങ് അവിടെ പെൻസിൽ സ്കെച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുതൽ തുടങ്ങുന്നത്. എന്തായാലും ആ സ്കെച്ച് എങ്ങനെയൊക്കെ ഇടാം, അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ഇട്ട സ്കെച്ച് പെൻസിൽ സ്കെച്ചിന് മുകളിലായിട്ട് ഈ ബ്ലാക്ക് ഔട്ട്ലൈൻസ് നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഓവർ ഷെയ്ഡിങ്ങും പരിപാടികളൊന്നുമല്ല ചെയ്യുന്നത്. ബേസിക്കായിട്ടുള്ള ഷാഡോ മാത്രം നിർത്തി അതിൻ്റെ പ്രൊപ്പോർഷനും അതിൻ്റെ അലൈൻമെൻറ്റും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അല്ല, ഞാനൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു കളറ് ലെയർ വരുമ്പോൾ അത് മായാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാലറ്റിൽ തന്നെയുള്ള ഒരു കളർ എടുത്ത് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും സ്കെച്ച് ചെയ്ത് ഓരോ ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഷാഡോ ഇപ്പോൾ തന്നെ നമ്മൾ ആ സ്കെച്ചിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. ഏകദേശം 1 മണിക്കൂർ സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഇങ്ങനൊരു ഫൈനൽ ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളറിംഗ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് എമൽഷനാണ്. അപ്പെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓരോ കളറും നിർമ്മിക്കുന്നത്. ഞാൻ തന്നെയാണ് ഓരോ ഷെയ്ഡ്സും നിർമ്മിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ ഷെയ്ഡ്സാണ് വേണ്ടതെന്നുള്ളൊരു വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഫോട്ടോയിലൂടെ കാണുന്ന പോലെ 4-5 ഷെയ്ഡ്സ് എല്ലാം ഞാൻ മിക്സ് ചെയ്ത് അത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരാൻ പാടില്ല. കളർ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, തീർന്നു പോകാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലത്തെ ഷെയ്ഡ്സും ഒരുപോലത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിലിംഗ് തുടങ്ങുകയാണ്. ആദ്യം ബേസാണ് അടിക്കുന്നത്. അപ്പോൾ ചെറിയ പോർട്രേറ്റ് ആയതുകൊണ്ട് ബേസിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5, 6, 7 ലെയറൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു ഫിനിഷിങ് പോർട്രേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡാർക്കസ്റ്റ് ഏരിയ, പിന്നെ അതിലും ലേറ്റ് ആയിട്ടുള്ള ഏരിയകൾ, പിന്നെ അതിലും ലേറ്റ് ആയിട്ടുള്ള ഏരിയകളെല്ലാം വെച്ച് ഷെയ്ഡ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസ് എന്ന് പറയുന്നത് 2 ഇഞ്ച്, 1 ഇഞ്ച്, പിന്നെ 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, അതിന് താഴേക്കുള്ള ഫ്ലാറ്റ് ബ്രഷസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. റൗണ്ട് ബ്രഷസ് ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല. കാരണം ഞാനിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലൈൻസിലാണ്. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. നമ്മളപ്പോൾ ബേസ് ആയിട്ടുള്ള ഷെയ്ഡ്സും ഷേപ്പും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 28, 24, 22, 18 to 22, 24 മണിക്കൂറുകൾ എടുക്കുന്ന പ്രോസസ്സാണ്. ഏകദേശം 5 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് എൻ്റെ പാലറ്റ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ അതെന്നെ ഹെൽപ്പ് ചെയ്തു. നല്ല ആംബിയൻസിലും നല്ല ക്ലൈമറ്റിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നേരം വർക്ക് ചെയ്യാനും കൂടുതൽ കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കാനും സാധിക്കും. പിന്നെ അടുത്ത ജേഴ്സിയാണ്. ജേഴ്സിയിലേക്ക് നമ്മൾ മഞ്ഞ, പച്ച, നീല എന്നീ കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ലൈറ്റ്, ഒരു ഡാർക്ക് എന്നുള്ള ഷെയ്ഡ്സിൽ നമ്മൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജേഴ്സിയിലെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് കളർ ബേസ് നമ്മൾ അടിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ എത്ര ഫസ്റ്റത്തെ ലെയറിൽ തന്നെ നമുക്ക് ബാക്കിൽ ആ സ്കെച്ച് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ സ്കെച്ച് ചെയ്താലുള്ള ഒരു ഗുണം ഇതാണ്. നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ വെച്ചിട്ട് ചെയ്താലുള്ള ഗുണം ഇതാണ്. വേണ്ട, ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് പെയിൻ്റെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ വാളിലൊക്കെ ആണെങ്കിൽ എമൽഷൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അക്രിലിക്കാണെങ്കിൽ കൂടുതൽ ഭംഗിയും കൂടുതൽ കോൺട്രാസ്റ്റും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കൂടുതൽ
അതിലേക്ക് യോജിച്ചു പോകുന്നത് എമൽഷൻ തന്നെയായിരിക്കും. വാളിൽ ആണെങ്കിൽ, ക്യാൻവാസിലാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈലൈറ്റ്സും ഡാർക്സും എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ മെത്തേഡ് എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു 2 ലെയർ 3 ലെയർ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ മുതൽ നമ്മൾ ഇതിനെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിനെ ലയിപ്പിക്കാൻ നമ്മൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡോട്ട്സ്, ലൈൻസ്, ഗ്രെയിൻസ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫേസിൻ്റെ ടെക്സ്ചർ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് നമുക്ക് അത്രയും ഡെപ്തും അത്രയും ഫീലും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും നേരം ഞാൻ ഷെയ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ, ഇനി മുതൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡെപ്തും അതിൻ്റെ ടെക്സ്ചറൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളും അത്രമേൽ സൂക്ഷിച്ച് അത്രമേൽ സമയമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് നല്ല ക്ഷമ വേണം. ഒരു ഭാഗം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് സമയവും ഒരുപാട് ലെയേഴ്സും ആവശ്യമാണ്. ഒരുപാട് സമയം കഴിഞ്ഞാൽ മാത്രമേ അതിൽ വർക്ക് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഔട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ആയില്ല, ഇതിങ്ങനെ വന്നില്ല എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് പിന്മാറരുത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഭാഗം അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ചെയ്ത് തുടങ്ങി. കണ്ണ്, പുരികം, മൂക്ക്, ചുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഭാഗങ്ങൾ. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ കൂടുതലും ഫ്രീ ആയിട്ടാണ് കുറച്ചുകൂടെ ചെയ്യാറ്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ മാക്സിമം ഒരു ഹ്യൂമൻ ഫേസിൻ്റെ പ്രധാന ഭാഗങ്ങളാണല്ലോ, അപ്പോൾ ഇതെല്ലാം ഞാൻ മാക്സിമം നോക്കി സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഒരുപാട് വ്യത്യാസങ്ങളിൽ വരുത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അവിടെയെല്ലാം നമുക്ക് നോട്ടെത്തിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അഥവാ അവിടത്തേക്ക് കുറച്ച് ഡീറ്റെയിൽ മാറിയെന്ന് വെച്ചും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഫേസ് മാറിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഷെയ്ഡ് പോലും മാറിയാൽ അതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നത്. ചുണ്ടൊക്കെ ഞാൻ ഒരുപാട് ലെയേഴ്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡാർക്ക് വെക്കും, പിന്നെ ലൈറ്റ് വെക്കും, പിന്നെ ഡാർക്ക് വെക്കും, പിന്നെ സോഫ്റ്റ് കളേഴ്സ് വെക്കും. അങ്ങനെ ഒരുപാട് സമയമെടുത്തും ഒരുപാട് ഷെയ്ഡ്സും വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡെപ്ത് ഫീലൊക്കെ കിട്ടുന്നത്. പിന്നെ എൻ്റെ വർക്കുകളിൽ മെയിനായിട്ട് പാച്ചസ് ഭയങ്കര കുറവായിരിക്കും. പാച്ചസ് ആദ്യത്തെ 2-3 ലെയേഴ്സിലായിരിക്കും പാച്ചസ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാച്ചസും റിക്കവർ ചെയ്ത് ഒരുപാട് ലെയേഴ്സ് ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ താടി ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസും ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ഭാഗങ്ങളും ഇപ്പോൾ താടിയാണ് ചെയ്യുന്നത്, നല്ല ഡാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഏതാണ് കളേഴ്സ് ഇത് ബേസ് അടിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക. അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. വഴിയായി ഞാൻ എല്ലാ വർക്കുകളുടെയും വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിൽ മിസ് ചെയ്ത ആ സ്കെച്ചിങ് വേർഷനും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരുപാട് സ്കെച്ചിങ് വേർഷൻസ് ചെയ്യുന്നുണ്ട്, ഗ്രിഡ് ചെയ്യുന്നുണ്ട്, ആൽഫബറ്റ്സ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മെത്തേഡ്സ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൽഫബറ്റ്സ്, ടൈപ്പോഗ്രാഫി, ഓവർലേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ടൈം പ്രോസസ്സുണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ വ്യത്യാസം മനസ്സിലാകും. ഞാൻ ഡീറ്റെയിൽ ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്തു വരികയാണ്. ഹെയർസ്, നെറ്റിലെ ചുളിവുകൾ ഒക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇനി നമുക്ക് കൈ അടക്കാം. കയ്യിലിപ്പോൾ ബേസ് അടിച്ചു. ബേസ് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഷേപ്പ് വന്നു. കാരണം ഓൾറെഡി നമ്മൾ അവിടെ ഒരു ഡാർക്ക് സ്കെച്ചിൽ തന്നെ ഒരു ഷേപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷേപ്പും റിസൾട്ടും വരാൻ ചാൻസ് കൂടുതലാണ്. അത് കണ്ടില്ലേ, നിങ്ങൾ ആദ്യം ബേസ് അടിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത് കൂടുതലും
ജസ്റ്റ് വലിയ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അവിടെ. ഞാൻ പറഞ്ഞല്ലോ ഈ കൈയും ഒറിജിനൽ കൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആളുകൾ അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് അത്രയും സ്പീഡിലായിട്ട് നമുക്ക് ചെയ്ത് വരുന്നത്. പിന്നെ കുറച്ച് വീഡിയോസ് അവിടെ മിസ്സായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഞാൻ അതൊക്കെ എല്ലാം പരിമിതികളൊക്കെ മാറ്റി മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വീഡിയോസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് തന്നെയാണ് ക്വിക്കായിട്ടാണ് ചെയ്തു പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫേസിൽ തന്നെയാണ്. ഫേസിലെ ഓരോ ഷെയ്ഡ്സും ഓരോ ലൈൻസും ഓരോ ടെക്സ്ചറും ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷെ എനിക്കത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും സമയമെടുത്താൽ നമുക്ക് ഇനിയും വലിയ ഡീറ്റെയിൽ ആകും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.